കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അരിപ്പൊടി കൊണ്ടുള്ള ഉരുണ്ടയാണ് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അബിക്കുട്ടനെ സ്കൂളിലെ വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് മീൻ കിട്ടിയിരിക്കുന്നത് കണവ മീനാണ് കേട്ടോ. കണവ മീൻ 2 എണ്ണേ ഉള്ളൂ. അത് വലിയ മീനായതുകൊണ്ട് തന്നെ 50 രൂപയ്ക്ക് 2 എണ്ണേ ഉള്ളൂ. നമുക്ക് ഇത് തന്നെ മതി, എനിക്ക് സൈഷേട്ടനും. പിന്നെ നമ്മൾ അത് തേങ്ങ വറുത്തരച്ചാണ് വെക്കുന്നത്. അപ്പോൾ കണവയ്ക്കുള്ള തേങ്ങ റെഡിയായിട്ടോ. കൂടെ തന്നെ നമുക്ക് ചക്കയുണ്ട്. ചക്ക നമ്മുടെ വെളിയിൽ നിന്ന് തന്നെ വെട്ടിയതാണ്. പിന്നെ ഇത് ഉള്ളി സാമ്പാറാണ്. നമ്മുടെ അരി വേവുന്നതേ ഉള്ളൂ, കാരണം അന്ന് ആർക്കും പോകേണ്ട. സൈഷേട്ടനും വീട്ടിലുണ്ട്, പിന്നെ അബിക്കുട്ടനും വീട്ടിലുണ്ട്. അങ്ങനെ ഞങ്ങൾ പതുക്കെയാണ് ചോറും കറിയൊക്കെ വെച്ചത്. പിന്നെ നമ്മുടെ കണവക്കറി റെഡിയായി കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്ക റെഡിയായി. ചക്കയ്ക്ക് നമ്മൾ കടുവറുത്തൊഴിച്ചു കേട്ടോ. നല്ല വേവുന്ന ചക്കയാണ്. നല്ലവണ്ണം ഉടച്ചു നല്ല കുഴമ്പ് രൂപത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഈ ഇത്രയും കൂട്ടി നമ്മൾ ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആയി ചോറ് കഴിച്ചപ്പോൾ. വൈകിട്ടത്തെ ചായക്ക് നമുക്ക് ബിസ്ക്കറ്റായിരുന്നു കഴിക്കാനുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അതും കഴിച്ചു. ഒരു 4 മണി കഴിഞ്ഞു ചായ കുടിച്ചപ്പോൾ. അപ്പോൾ രാത്രി നമ്മൾ കഴിക്കാൻ കഞ്ഞിയായിരുന്നു. കഞ്ഞിയുടെ കൂടെ മുരിങ്ങയില തോരനും പപ്പടമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. ദയവ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം രജി. താങ്ക്